ഇത്രയും സിമ്പിളായിട്ടൊന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബെല്ല് നമുക്കൊന്ന് ചെയ്താൽ നമുക്ക് ട്രീയിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഫോം ഷീറ്റ് ഇതേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് അതിനൊന്ന് സെൻറ്ററിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ആ ബാലൻസ് സൈഡിലൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഈക്വലായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് മടക്കി ചെയ്യുമ്പോഴെല്ലാം അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. കറക്റ്റായി. ഇനി ആ സെൻറ്ററിൽ നേരെ ഒന്ന് നമ്മുടെ ഒരു ബെല്ലിൻ്റെ ഷേപ്പിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക, അതിനെ ഒന്ന് ഒട്ടിക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസറികളാണ് കേട്ടോ ഇതൊക്കെ. ഇതുപോലെ ഒന്ന് ചെയ്തു, ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അങ്ങ് ഈ പേസ്റ്റ് ആയിക്കോളും നമുക്ക്. കൈ ശ്രദ്ധിക്കണം, കാരണം നല്ല മെൽറ്റായിരിക്കുന്ന ഗ്ലൂ ആണ്. കൈയൊക്കെ നന്നായിട്ട് പൊള്ളാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഗ്ലൂ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കൊടുക്കാം കേട്ടോ. അവിടെ നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തിട്ട്, കാരണം അല്ലെങ്കിൽ അത് ഇളകി വരും. കണ്ടോ, നല്ല ചൂടായിരുന്നുണ്ട്, കൈയൊക്കെ പൊള്ളി കേട്ടോ. ഇപ്പം നമ്മളുടെ അത് ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഷേപ്പ് കറക്റ്റ് ഒന്ന് ഹാൻഡ് അകത്തൂടെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതുപോലെ നമുക്ക് ഒന്നുകൂടെ വേണം കേട്ടോ. 2 എണ്ണമാണ് ആവശ്യം. 2 എണ്ണം ഒരുമിച്ച് ചേർത്തെടുക്കാനാണ്. ഇത് ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കറക്റ്റ് വേണമല്ലോ, അതുകൊണ്ടാണ്. ഇനി അത് പോയിട്ട് 2 ഓപ്പോസിറ്റ് സൈഡ്സ് കണ്ടില്ലേ, ഇതുപോലെ നിൽക്കുന്ന ബാലൻസും കൂടെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. നമുക്കത് കറക്റ്റ് കട്ട് ചെയ്യാൻ എളുപ്പമാണ്, കാരണം ആ റൗണ്ട് ഷേപ്പ് ബാക്കിയെല്ലാം അങ്ങനെ നിൽക്കുമ്പോൾ ആ സെൻറ്ററിൽ ഇങ്ങനെ കോർത്ത് നിൽക്കുന്ന പോർഷൻ മാത്രം കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇതുപോലെ ഒന്നുകൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. നമ്മൾ ആ പേസ്റ്റ് ചെയ്തില്ലേ, ആ പോർഷൻ ചൂസ് ചെയ്താൽ മതി. രണ്ടിൻ്റെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. 2 എണ്ണം ഇതുപോലെ ഒന്ന് വെച്ച് പേസ്റ്റ് ചെയ്യുക. ഇനി നമുക്കൊന്ന് വെച്ചിട്ട് ഇനി നമുക്ക് ചെറിയൊരു ബോ പോലെ അതിൻ്റെ മേളിൽ ഒരു ഡെക്കറേഷന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടില്ലേ. ഇനി അതവിടെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അത്. ഒരു ഫോം ഷീറ്റ്, ഗ്രീൻ കളർ ഫോം ഷീറ്റ് എടുക്കുക. അതിനകത്ത് ഇതുപോലെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ 2 സൈഡും നമുക്കൊരു വി ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാം. 2 സൈഡും കട്ട് ചെയ്യണം കേട്ടോ. ഇത് നമുക്ക്, ഞാൻ പറയുന്നില്ല, നമുക്ക് ഈ കളറിൽ മാത്രമല്ല, ഇത് പല കളറിൽ ചെയ്തെടുക്കാം നമുക്ക്. ഇതും ഇങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. 2 സൈഡും കട്ട് ചെയ്യുന്നതെല്ലാം ഒരുപോലെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് 2 സൈഡിൻ്റെ എഡ്ജ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത്, ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് അടുത്ത സൈഡും ആവശ്യത്തിന്, നിങ്ങൾക്ക് സ്റ്റെൻസിൽസ് ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ സ്റ്റെൻസിൽസ് ഇല്ല, അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഒരു ചെറിയ നമ്മളൊരു ഹെയർ ബോ കട്ട് ചെയ്യും പോലെ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട്. ഇനി ഇത് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനെന്ത് ചെയ്യുക, ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ പുറത്തേക്ക് അവിടെ മേളിലേക്ക് ഒരു റെഡ് കളർ നമ്മളപ്പം പോംപോമില്ലേ, അതൊന്ന് പ്രസ് ചെയ്ത് അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ നിങ്ങളുടെ ഒരു കുഞ്ഞു ബോൾസ് ഉണ്ടെങ്കിൽ, നമ്മുടെ ക്രിസ്മസ് ബോൾസ് ഇല്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ക്രിസ്മസ് ഓർണമെൻറ്റ്സ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി ഞാൻ അവിടെ ഒരു എന്താ പറയുക, ഇനി ഇതിനകത്തേക്ക് നമുക്ക് ബെല്ല്, അത് എന്തൊക്കെ നല്ല നമുക്ക് എന്താ പറയുക, അതിനെ ഭംഗിയാക്കാൻ വേണ്ടി എന്തൊക്കെ കൊടുക്കാൻ പറ്റും അതൊക്കെ കൊടുത്ത് ചെയ്യാം. ഇനി എന്തേണ്ട, ഇതുപോലെ നമ്മുടെ ഒരു മെറ്റാലിക് വയർ എടുത്തു. ആ വയറിലേക്ക് ഒരു ചെറിയ റെഡ് കളർ ബോൾസ്, ഒരു 2-3 എണ്ണം ബോൾസ് പോലെ ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ടാണ് 3 എണ്ണം കൊടുത്ത് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്ത് അകത്തേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ചെയ്യുന്നത് കേട്ടോ. അടുത്തൊന്ന് ഇനി ഒന്നും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പം 3 എണ്ണം ആയി. 3 എണ്ണം അവിടെ വെച്ച് ഇനി അതിലെന്താണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ലെങ്ത് കട്ട് ചെയ്തെടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്യുക. അകത്തേക്ക് വെച്ച് പ്രസ് ചെയ്ത് ഫിക്സ് ചെയ്യുക. കണ്ടോ, അതായി. ഇതുപോലെ തന്നെയാണ് അടുത്തതും കട്ട് ചെയ്തെടുക്കുക. നമുക്കൊന്ന് അകത്തേക്ക് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഗ്ലൂ ഗണ്ണാകുമ്പോൾ അതവിടെ തന്നെ ഇരുന്നോളും കേട്ടോ. ഇനി ഇതിലേക്ക് ഇത് 2 റെഡ് ചെറിയ ഫോം ഷീറ്റ് ഇതേ ഒരു ലെങ്തിൽ, നമ്മൾ എടുത്തിരിക്കുന്നതിൻ്റെ ലെങ്തിലൊന്ന് കട്ട് ചെയ്യുക. ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്യുക.
എന്നിട്ട് നമ്മളുടെ എന്താ പറയുക ബെല്ലിലേക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്ലൂ അപ്ലൈ ചെയ്തു, അവിടേക്കൊന്ന് ഫിക്സ് ചെയ്ത്. ഇനി അടുത്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നമ്മളൊരു ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു കട്ട് ബീഡ്സ്, ഒരു ബീഡ്സോ എന്താണുള്ളത് അതങ്ങ് കൊടുക്കുക. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് എടുത്ത് നിൽക്കുന്നു, അതിന് വേണ്ടിയിട്ടാട്ടോ. ഇനി അടുത്തെന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ഹാങ്ങിങ് ഒരു ഗോൾഡൻ കളർ ഫോം ഷീറ്റ് എടുത്ത് അതിന് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക, ജസ്റ്റ് പുറകിലേക്ക് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയുമാണ് ഇത് ചെയ്തത്. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഗോൾഡൻ കളർ ത്രെഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് കൊടുക്കാം. ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്കവിടെ ഇരിക്കുക കേട്ടോ. അത് നല്ല നമ്മളെ ട്രീയിലൊക്കെ ഇടുമ്പോൾ ശരിക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ വർഷം എൻ്റെ ട്രീയിൽ ഞാൻ ചെയ്ത സാധനങ്ങൾ തന്നെ ഒത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അവസാന നിമിഷമാണ്, നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്, വളരെ ബ്യൂട്ടിഫുള്ളാണ്. ആ ഒരു ഗ്രീനിലൊക്കെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.